പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വം എടുക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഈ പ്രഭാതത്തിൽ അറിയിക്കുന്നു. നാം ഒരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താൻ സമയമെടുക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപകളെ കഴിഞ്ഞ നാളുകളിൽ നാം രുചിച്ചറിഞ്ഞവരാണ്. കർത്താവിൻ്റെ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിൽ നാം രുചിച്ചറിഞ്ഞവരാണ്. സ്നേഹിക്കപ്പെടാൻ ഒരു അർഹതയും ഇല്ലാതിരുന്ന നമ്മെ, സ്നേഹിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന നമ്മെ, നമ്മുടെ അയോഗ്യത യോഗ്യതയായി കണ്ട് സ്നേഹിച്ച് നമ്മെ തൻ്റെ മാർവോട് ചേർത്ത ദൈവത്തിൻ്റെ സ്നേഹത്തിന് മുൻപിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ഹൃദയങ്ങളെ ഒന്ന് ഏകാഗ്രതമാക്കി നമ്മുടെ കർത്താവിനെ നമുക്ക് നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയാം: തേനിലും തേൻകട്ടയിലും മധുരമേറിയവൻ. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തെ, കയ്പ് നിറഞ്ഞ നമ്മുടെ ജീവിതത്തെ മധുരമുള്ളതാക്കി തീർത്ത ദൈവത്തിന്റെ തിരുസാന്നിധ്യത്തിന്റെ കീഴിൽ ഒരു നിമിഷം കൂടി നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഭാരമേൽപ്പിച്ച് തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കിന കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കിന കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാ. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും നിൻ ജീവനൻ തീർക്കാൻ തന്നതിനാൽ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും നിൻ ജീവനൻ തീർക്കാൻ തന്നതിനാൽ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും. തേനിലും മധുരമാ ചേർന്നതാണ്. തേനിലും മധുരമാ, തേനിലും മധുരമാ ഓ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാ. തേനിലും മധുരമാ, തേനിലും മധുരമാ, തേനിലും മധുരമാ ഓ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു
കർത്താവിന്റെ കരങ്ങൾ ഉയർത്തി. ഓ യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഓ യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ചേർന്ന് പാടാം. യേശു മാത്രം, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഓ യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. 63-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ ആ തിരുവചനത്തിലെ പ്രാരംഭ ഭാഗം ഇങ്ങനെയാണ്: ദൈവമേ, നീ എൻ്റെ ദൈവം, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. യഹൂദ മരുഭൂമിയിൽ വെച്ച് ദാവീദ് ചമച്ച ഒരു മനോഹരമായ കീർത്തനമാണ് 63-ാമത്തെ സങ്കീർത്തനം. വേദനയുടെ നടുവിൽ, ദാഹിച്ചു വലഞ്ഞിരിക്കുന്നതിന്റെ നടുവിൽ ദാവീദിന്റെ ദാഹവും ദാവീദിന്റെ പ്രാർത്ഥനയും ഒന്നും തന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നില്ല. 63-ാം സങ്കീർത്തനത്തിലെ പ്രാരംഭ വചനത്തിൽ നാം വായിക്കുന്നത്: വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു എന്ന് വെച്ചാൽ തൻ്റെ ഫിസിക്കൽ ദാഹത്തെക്കാൾ ഉപരിയായി തൻ്റെ ഉള്ളിൽ ആത്മദാഹമായിരുന്നു പെരുകിക്കൊണ്ടിരുന്നത്. ആ ദാവീദിന്റെ പ്രാർത്ഥനയിൽ തെളിവായി വരുന്ന മറ്റൊരു വെളിപ്പാട് ഇതാണ്: പരിഹാരങ്ങളെക്കാൾ പരിഹാരകനെ അന്വേഷിക്കുന്ന ദൈവത്തിന്റെ ഭക്തൻ. ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിൽ വന്നു ചേർന്നിരിക്കുന്ന പ്രിയമുള്ളവരോട് പരിശുദ്ധാത്മാവിൽ ഞാനൊരു ദൂത് പറയാം. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിലും നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന പ്രബോധനമായി ഞാൻ വിളിച്ചു പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളെ പലപ്പോഴും തേടിപ്പോകാറുണ്ടെന്നാൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്ന ദൂത് ഇതാണ്: പരിഹാരങ്ങളെക്കാൾ പരിഹാരകനെ അന്വേഷിക്കുക. പരിഹാരകന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എത്ര കൊടിയ പ്രശ്നങ്ങൾ നിരനിരയായി നമ്മെ പിന്തുടർന്നു വന്നാലും അതിന്റെ നടുവിൽ എൻ്റെ ദൈവം നമുക്ക് പോംവഴി ഒരുക്കും. അവൻ പരീക്ഷ അനുവദിക്കുന്ന ദൈവമാണ്. എന്നാൽ പരീക്ഷ അനുവദിക്കുന്ന ദൈവം പരിഹാരവും ഒരുക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം: പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ചേർന്ന് പാടി നമ്മുടെ കർത്താവിന്റെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി മഹത്വപ്പെടുത്താം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ. ചേർന്ന് പാടി കർത്താവിന്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. കരങ്ങളെ ചേർത്തടിച്ച് ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ. എന്നെ കൈവിടാത്തവൻ, എന്നെ കൈവിടാത്തവൻ. യേശുവൻ കൂടെയുണ്ട്. ഓ എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ഓ പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്.
എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ആമേൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഘോരമം ശോധനയും ആഴങ്ങൾ കടന്നിടുമ്പോ നടത്തുന്നതേ ശുഭത്രേ, ഞാനവൻ കരങ്ങളിലാം. നടക്കുന്നതേ ശുഭത്രേ, ഞാനവൻ കരങ്ങളിലാം. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓരിതിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, ഒരിതിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാം. ചേർന്ന് പാടാം. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്ന, എന്നെ കൈവിടാത്തവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല, എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഹല്ലേലൂയ. ഒരു നിമിഷം കൂടി കണ്ണുകളെ കർത്തൃസന്നിധിയിൽ അടയ്ക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഭരമേൽപ്പിച്ച് ഹല്ലേലൂയ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോ ഒരുവൻ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോ ഒരുവൻ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും ഏതോരാപത്തിലും
ദൈവമെങ്കിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. സ്വർഗീയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ തിരുസാന്നിധ്യത്തിന്റെ കീഴിൽ അങ്ങയുടെ തിരുച്ചിറകിൻ മറവിലേക്ക് അടുത്തു വരുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ പലപ്പോഴും ഞങ്ങൾ പരിഹാരങ്ങളെ നോക്കി പാർക്കുന്നവരാണ്. എന്നാൽ ഞങ്ങളുടെ ഉള്ളം പരിഹാരകനെ നോക്കി പാർക്കുന്നതാക്കി ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് മെനഞ്ഞെടുക്കണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് ഹിതമുള്ളതുപോലെ ജീവിപ്പാൻ ഞങ്ങൾക്ക് പിന്നെയും കൃപയും ദൈവിക പരിജ്ഞാനവും അങ്ങ് അധികമായി ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അരികിൽ വരുവാൻ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഉത്തരമരുളുവാൻ അങ്ങല്ലാതെ വേറൊരാൾ ഈ ഭൂമിയിൽ പകരമായില്ല. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തെ സാമീപ്യത്തെ ഞങ്ങൾ വാഞ്ചിക്കുന്നു. അങ്ങയോട് ചേർന്നിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയുടെ തുടർന്നുള്ള നിമിഷങ്ങളെ പരിശുദ്ധാത്മാവ് ആശീർവദിക്കണം. ദൈവകൃപയെ ഞങ്ങൾ എല്ലാവരെയും ആശീർവദിക്കുന്നു. വന്ന ജനത്തെ ആശീർവദിച്ച് മടക്കി അയക്കണം. ദൈവകൃപയിൽ മടക്കും. ദൈവകൃപയെ ഞങ്ങളെ സൂക്ഷിക്കും. യേശു കർത്താവിന്റെ നിസ്തുല്യമായ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപ തന്ന് കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. അവസരം ഒരുക്കിയ പ്രിയമുള്ളവർക്ക് ഒത്തിരി നന്ദി. ദൈവം എല്ലാവരെയും ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു സോ മച്ച്.